വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട് 8 ദിവസം പിന്നിടുമ്പോഴും നരഭോജി കടുവയെ പിടികൂടാൻ കഴിയാതെ വനംവകുപ്പ് 80-അംഗ സംഘമാണ് വാഗേരി കൂടല്ലൂർ മേഖലയിൽ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. കൂടൊരുക്കി കാത്തിരുന്നിട്ടും കെണിയിൽ കുരുങ്ങാതെ കടുവ കാണാമറയത്തായത് പ്രദേശവാസികളെയും ആശങ്കയിലാഴ്ത്തുകയാണ്. 100ഓളം ഉദ്യോഗസ്ഥരും സഹായത്തിനായി കുങ്കിയാനകളും കാടിളക്കി കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആഴ്ചകൾ പിന്നിട്ടു. അതിരാവിലെ മുതൽ വിപുലമായ തിരച്ചിൽ. എന്നിട്ടും കടുവയെ പിടികൂടാനായില്ല. കടുവ ദൗത്യസംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയെന്ന് വനംവകുപ്പ് അവകാശപ്പെടുമ്പോഴും കെണിയിൽപ്പെടാതെ കടുവ ഒഴിഞ്ഞുമാറുകയാണ്. കൂടല്ലൂരിലെ വനാതിർത്തികൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ നടന്നത്. പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുടെ എണ്ണം കൂട്ടിയിട്ടും പുതിയ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. 3 നൈറ്റ് ക്യാമറകളും പ്രദേശത്ത് കൂടുതലായി സ്ഥാപിച്ചിട്ടുണ്ട്. പകൽ നേരത്ത് വനാതിർത്തിയിൽ നിർമ്മിച്ച കൽമതിൽ മറികടന്ന് വനത്തിലേക്ക് പ്രവേശിക്കുന്ന കടുവ രാത്രിയിൽ തിരികെ ജനവാസ മേഖലയിലേക്ക് വരുന്നുവെന്ന നിഗമനത്തിലാണ് ദൗത്യസംഘം. കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമായത് മയക്കുവെടി വയ്ക്കാനും തടസ്സമാകുന്നു. കടുവയെ പിടികൂടാൻ വൈകുന്നത് നാട്ടുകാരിലും പ്രതിഷേധമുയരാൻ കാരണമായിട്ടുണ്ട്. 8 നാളുകൾ പിന്നിട്ടു. നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഇതുവരെ വിജയകരമായി പൂർത്തിയാക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. വയനാട്ടിലെ വാഗേരിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.